നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക് കാറിൻ്റെ ഉടമയാണ് ആണെങ്കിൽ സ്വാഭാവികമായും നിങ്ങളായിരിക്കും ആ കാർ ഓടിക്കുക. അങ്ങനെയെങ്കിൽ ഇനി ഞാൻ പറയുവാൻ പോകുന്ന ഓട്ടോമാറ്റിക് കാറുകളെ സംബന്ധിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 10 ടിപ്സാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ഒരു ഓട്ടോമാറ്റിക് കാർ വാങ്ങാൻ ഭാവിയിൽ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിലും തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ടിപ്പ്, എന്താണ് ട്രാൻസ്മിഷൻ ലോജിക് എന്താണ് എന്ന് ഒരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കണം. അതിനു മുൻപ് ഇന്ന് ഓട്ടോമാറ്റിക് കാറുകളിൽ കാണുന്ന വിവിധ തരം ട്രാൻസ്മിഷനുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ പ്രധാനമായും ഏതൊരു കാറിനെയാണെങ്കിലും ഏതൊരു വണ്ടിയാണെങ്കിലും ട്രാൻസ്മിഷനെയാണ് ഈ ഓട്ടോമാറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വിവിധ തരം ട്രാൻസ്മിഷനുകളെ കുറിച്ചാണ്. ഒന്നാമത്തത് AMT എന്നാൽ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. യഥാർത്ഥത്തിൽ ഇത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ്. പക്ഷേ ഇതിന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലച്ചും ഗിയർ ഷിഫ്റ്റിംഗ് സിസ്റ്റവും ഉണ്ടായിരിക്കും. സ്പീഡിനും അതുപോലെ എൻജിൻ ലോഡിനും അനുസരിച്ച് ഏത് ഗിയർ ആണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് വാഹനത്തിലെ ചില സെൻസറുകളാണ്. AMTയുടെ ഗുണദോഷ വശങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് ഗുണങ്ങൾ എന്ന് ആദ്യം നമുക്ക് നോക്കാം. പ്രധാനമായും ഏറ്റവും വില കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. മറ്റൊന്ന്, മാനുവൽ ട്രാൻസ്മിഷൻ്റേതുപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് AMT വാഹനങ്ങൾ. ഇനി നമ്മൾ ഇതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ ഈ AMT വാഹനങ്ങൾക്ക് സ്മൂത്ത്നെസ് മറ്റ് ഓട്ടോമാറ്റിക്സിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതായത് ഗിയർ ഷിഫ്റ്റുകൾ ഓടിക്കുന്നയാൾക്ക് വ്യക്തമായും മനസ്സിലാകുന്ന വിധത്തിൽ നോട്ടീസബിൾ ആണ്. മാത്രമല്ല ഓടിക്കുമ്പോൾ പലപ്പോഴും ഒരു ജർക്കി ഫീലിങ്ങും ഉണ്ടാകാറുണ്ട്. ഈ ഒരു AMT ട്രാൻസ്മിഷനോട് കൂടി വരുന്ന പോപ്പുലർ കാറുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മാരുതിയുടെ സെലേറിയോ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, മാരുതി സുസുക്കി ഓൾട്ടോ K10 ഉണ്ട്, റെനോ ക്വിഡ് ഉണ്ട്, ടാറ്റ ടിയാഗോ, ടാറ്റ പഞ്ച്, ഹ്യൂണ്ടായി ഗ്രാൻഡ് i10 നിയോസ്, ഇവരൊക്കെയാണ് ഈ ഗണത്തിൽ വരുന്ന വാഹനങ്ങൾ. ഇനി മറ്റൊരു ട്രാൻസ്മിഷൻ CVT ആണ്, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. അതാണ് മുഴുവൻ പേര്. ഈ ഒരു ട്രാൻസ്മിഷനിൽ ഒരു കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് ഗിയർ റേഷ്യോസ് കിട്ടുവാൻ ഒരു ബെൽറ്റ് ആൻഡ് പുള്ളി സിസ്റ്റമാണ് വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഗുണവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നോട്ടീസബിൾ ഗിയർ ഷിഫ്റ്റുകൾ ഇല്ലാത്ത ഒരു സ്മൂത്ത് ലീനിയർ ആക്സലറേഷൻ എക്സ്പീരിയൻസ് ആകും ഈ വാഹനങ്ങൾ നൽകുക. മാത്രമല്ല ഈ വാഹനങ്ങൾ AMTയേക്കാൾ കുറച്ചുകൂടി ഇന്ധനക്ഷമത ഉള്ള വാഹനങ്ങളാണ്. എന്നാൽ മാനുവൽ ട്രാൻസ്മിഷനേക്കാൾ കുറച്ച് കുറവുമായിരിക്കും ഇന്ധനക്ഷമത. CVT വാഹനങ്ങളുടെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. കൂടിയ സ്പീഡുകളിൽ ഇവർ കുറച്ച് സ്ലഗ്ഗിഷ് ആകും, അല്ലെങ്കിൽ അൺറെസ്പോൺസീവ് ആകും. ഈ ഒരു സംഗതിയാണ് സാധാരണ റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, കൂടിയ RPMൽ ചില CVTകളെങ്കിലും നോയിസി ആണ്, അതായത് ശബ്ദം കൂടുതലാണ്. ഇന്ത്യയിൽ നിരവധി പോപ്പുലർ കാറുകൾ CVT ട്രാൻസ്മിഷനോട് കൂടി വരുന്നുണ്ട്. മാരുതി സുസുക്കി ബെലിനോ CVT ഉണ്ട്, ഹോണ്ട അമേസ് CVT, ടൊയോറ്റ യാരിസ്, നിസാൻ മാഗ്നൈറ്റ് CVT, അതുപോലെ റെനോയുടെ കൈഗർ CVT ഉണ്ട്, ഹ്യൂണ്ടായി ക്രേറ്റ, ഹോണ്ടയുടെ എലവേറ്റ്. ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇനി മറ്റൊരു ട്രാൻസ്മിഷൻ അത് ഏതാണെന്ന് ചോദിച്ചാൽ DCT എന്നറിയപ്പെടുന്ന ഡ്യൂവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ്. ഇവിടെ DCTയിൽ 2 സെപ്പറേറ്റ് ക്ലച്ചസ് ആണ് ഉപയോഗിക്കുക. ഒരു ക്ലച്ച് ഈവൻ ഗിയറുകൾക്കും മറ്റേ ക്ലച്ച് ഓഡ് ഗിയറുകൾക്കുമാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ പ്രത്യേകത പെട്ടെന്നുള്ള തടസ്സമില്ലാത്ത ഗിയർ ഷിഫ്റ്റുകൾ സാധ്യമാക്കുന്നു എന്നതാണ്. ഒരു മാനുവൽ ട്രാൻസ്മിഷൻ പോലെ എന്നാലോ ഒരു ഓട്ടോമാറ്റിക് ഓപ്പറേഷനിലാണ് ഇത് പോകുക. ഇതിൻ്റെ ഗുണവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് കാറുകളിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് അതുപോലെ തന്നെ റെസ്പോൺസീവായ ട്രാൻസ്മിഷനാണ് DCT. മറ്റൊന്ന്, ഈ കാറുകളുടെ സ്പോർട്ടി ഫീലാണ്, വളരെ എൻഗേജിങ്ങും അതേപോലെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് DCT ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങൾക്ക് ഉള്ളത്. ഇതിൻ്റെ ദോഷവശങ്ങൾ, ഇത് വളരെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ടൈപ്പ് വാഹനങ്ങളിൽ ഏറ്റവും ചെലവേറിയ വാഹനങ്ങളാണ് ഇവർ. മറ്റൊന്ന്, ഈ സ്ലോ സ്പീഡിൽ ഇവർ കുറച്ച് ജെർക്കിയാണ്, പ്രത്യേകിച്ച് സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കുകളിൽ. ഇക്കൂട്ടത്തിലുള്ള പോപ്പുലർ കാർസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്കോഡ ഒക്ടേവിയ,
ഫോക്സ്വാഗൻ പോളോ, ഹ്യുണ്ടായി i20, ഹ്യുണ്ടായി ക്രേറ്റ, ഹ്യുണ്ടായി വെന്യൂ, കിയ സോണറ്റ്, ഹ്യുണ്ടായി വേർണ, ഇതൊക്കെയാണ്. ഇനി മറ്റൊരു തരം ട്രാൻസ്മിഷൻ കൂടിയുണ്ട്. TCAT എന്നാണ് അതിന് പറയുന്നത്. ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണിത്. എഞ്ചിനിൽ നിന്നും ട്രാൻസ്മിഷനിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുവാൻ ഈ വാഹനങ്ങളിൽ ഒരു ടോർക്ക് കൺവേർട്ടറാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകത, സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ വാഹനങ്ങൾ നൽകുന്നത് എന്നതാണ്. ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ഏറ്റവും സ്മൂത്തും കംഫർട്ടബിളുമായ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൽകുന്നവർ ആണ് ഇവർ. മറ്റൊരു പ്രത്യേകത ഇവരുടെ ഡ്യൂറബിലിറ്റിയാണ്. ഈ വാഹനങ്ങൾ ഡ്യൂറബിളാണ്, അതുപോലെ തന്നെ റിലയബിളുമാണ്. എന്നാൽ ഇവരുടെ ഫ്യൂവൽ എഫിഷ്യൻസി ഓട്ടോമാറ്റിക്കുകളിൽ ഏറ്റവും മോശമാണ്. മാത്രമല്ല, ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനങ്ങൾ DCT AMT മോഡലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ലെസ് റെസ്പോൺസീവ് ആണ്. ഈ ശ്രേണിയിൽ വരുന്ന പ്രമുഖ മോഡലുകൾ ടൊയോട്ട ഫോർച്യൂണർ, ഹ്യുണ്ടായി എലാൻഡ്ര, ഹോണ്ട സിവിക് ഇതൊക്കെയാണ്. ഇത്രയും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനം കേൾക്കുന്നവർക്കുണ്ടാകുവാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇനി നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വന്നാൽ, ഓട്ടോമാറ്റിക് കാറുകളെ സംബന്ധിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 10 ടിപ്സ് ഇതൊക്കെയാണ്. ഒന്നാമത്തെ ടിപ്പ്, എന്താണ് ട്രാൻസ്മിഷൻ? അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്മിഷൻ ലോജിക് എന്താണ് എന്ന് ഒരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കണം. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇങ്ങനെ പല രീതിയിലുള്ള ലോജിക്കോട് കൂടിയാണ് വരിക. കയറ്റിറക്കങ്ങളിൽ, ട്രാഫിക് സിറ്റുവേഷനുകളിൽ എങ്ങനെയാണ് ഈ വാഹനങ്ങൾ പെരുമാറുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ചില കാറുകൾക്ക് ഒരു ക്രീപ്പി നേച്ചറുണ്ട്. കാർ ഡിയിൽ കിടക്കുമ്പോൾ ആക്സിലറേറ്റർ കൊടുക്കാതെ തന്നെ വാഹനം മുൻപോട്ട് ഇഴഞ്ഞ് നീങ്ങിയേക്കാം. ഇത് ട്രാഫിക്കിലൊക്കെ വളരെ സഹായകമാണ്. പക്ഷേ ഇതറിഞ്ഞിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏതൊരു മൂവ്മെൻറ്റും തടയുവാൻ നമ്മളെ സഹായിക്കും. ചില ഓട്ടോമാറ്റിക്കുകൾക്ക് ടിപ്ട്രോണിക് അല്ലെങ്കിൽ മാനുവൽ ഷിഫ്റ്റ് മോഡുകൾ ഉണ്ട്. പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് എൻജിൻ ബ്രേക്കിങ്ങിനും ആക്സിലറേഷനും സഹായിക്കും. രണ്ടാമത്തെ ടിപ്പ്, ട്രാഫിക്കിൽ ഗിയർ സെലക്ഷനാണ്. നമ്മൾ നോർമൽ ഡ്രൈവിങ്ങിന് D മോഡാണ് സാധാരണ ഉപയോഗിക്കുന്നതെങ്കിലും ഹെവി ട്രാഫിക്കിൽ നിർത്തുന്നതും പിന്നെ എടുക്കുന്നതുമെല്ലാം ഗിയറിന് സ്ട്രെസ് കൊടുത്തേക്കാം. ആ സമയത്ത് L അല്ലെങ്കിൽ 2 ഈ മോഡിലേക്ക് മാറുന്നത് എൻജിൻ ബ്രേക്കിങ്ങിന് സഹായിക്കും. ട്രാൻസ്മിഷൻ സ്ട്രെയിനും അതോടൊപ്പം കുറയ്ക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യുമ്പോഴും കയറ്റങ്ങൾ കയറുമ്പോഴും എൻജിൻ ബ്രേക്കിങ്ങിനും ആക്സലറേഷനും മാനുവലായി ഗിയർ സെലക്ട് ചെയ്യുവാൻ സഹായിക്കും. L അഥവാ ലോ മോഡിൽ വാഹനം ലോവർ ഗിയറുകളിലേക്ക് മാറുകയും എൻജിൻ ബ്രേക്കിങ്ങിന് സഹായിക്കുകയും ചെയ്യും. എന്നാൽ റെഗുലർ ഡ്രൈവിങ്ങിൽ ഇത് കുറച്ച് സ്ലഗിഷായി ഫീൽ ചെയ്യും. 2 എന്ന മോഡ് സെക്കൻഡ് ഗിയർ എൻഗേജ് ചെയ്യുന്നു. ട്രാഫിക്കിൽ D മോഡിനേക്കാൾ കൺട്രോളും L മോഡിനേക്കാൾ കൂടിയ ആക്സലറേഷനും ഇത് നൽകുകയും ചെയ്യും. മൂന്നാമത്തെ ടിപ്പ്, ടിപ്ട്രോണിക് അല്ലെങ്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സിനെ കുറിച്ചാണ്. നിങ്ങളുടെ വാഹനത്തിന് ടിപ്ട്രോണിക് അഥവാ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് നന്നായി മനസ്സിലാക്കിയിരിക്കുക. ഇത് നിങ്ങൾക്ക് ട്രാൻസ്മിഷനിൽ കൂടുതൽ കൺട്രോൾ നൽകും. ഓരോ സ്പെസിഫിക് സെനോറിയോയിൽ ഏത് ഗിയർ സെലക്ട് ചെയ്യണമെന്നും അത് തീരുമാനിക്കുവാൻ അത് ഡ്രൈവറെ സഹായിക്കും. ഉദാഹരണത്തിന്, ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ടിപ്ട്രോണിക് ഉപയോഗിച്ച് ഗിയർ ഷിഫ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ ഫാസ്റ്റർ ഓവർടേക്കിങ്ങിന് ഇത് സഹായിക്കും, പ്രത്യേകിച്ചും ഹൈവേകളിൽ. അതുപോലെ തന്നെയാണ് കയറ്റങ്ങൾ കയറുമ്പോൾ. താഴ്ന്ന ഗിയറുകളിലേക്ക് മാറുന്നത് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ട്രാൻസ്മിഷൻ സ്ട്രെയിൻ കുറയ്ക്കുന്നതിനും ഉപകരിക്കും. നാലാമത്തെ ടിപ്പ്, N അല്ലെങ്കിൽ ന്യൂട്രൽ മോഡിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുക. അനാവശ്യമായി N മോഡിലേക്ക് മാറുന്നത് ട്രാൻസ്മിഷനെ അമിതമായി ചൂടാക്കുകയും ട്രാൻസ്മിഷന് ഡാമേജ് വരുത്തുകയും ചെയ്യും. ഷോർട്ട് പോസസ്, അതായത് താൽക്കാലികമായ നിർത്തലുകളിലും ടോയിങ്ങിനും മാത്രമേ ന്യൂട്രൽ മോഡ് ഉപയോഗിക്കാവൂ. ട്രാഫിക് ജാമുകളിലൊക്കെ കൂടുതൽ സമയം നമുക്ക് വണ്ടി നിർത്തേണ്ടി വരുമ്പോൾ മാത്രം അത് ഉപയോഗിക്കുക. നമ്മുടെ നാട്ടിലെ കടുത്ത ചൂട്, പൊടി, ചെളി ഇതെല്ലാം ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് കുറയ്ക്കുന്നതിന് ഒരു പക്ഷേ കാരണമായേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പ് ചെയ്യുക, സർവീസ് ചെയ്യുക. ആറാമത്തെ ടിപ്പ്, ഹാർഡ് ആക്സലറേഷൻ അതുപോലെ തന്നെ സഡൻ ബ്രേക്കിംഗ്. ഇത് രണ്ടും ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. അഗ്രസീവ് ആക്സലറേഷനും ബ്രേക്കിങ്ങും ട്രാൻസ്മിഷന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ട്രെസ് കൊടുത്തേക്കാം. അത് പ്രീമച്വർ ആയിട്ടുള്ള വെയർ ആൻഡ് ടയർ വാഹനത്തിന് ഉണ്ടാക്കുകയും ചെയ്യും. പറയേണ്ട കാര്യമില്ല, നമ്മുടെ ട്രാഫിക് കണ്ടീഷനുകൾ തികച്ചും പ്രവചനാതീതമാണ്. സ്ഥിതിഗതികൾ കാലേ കൂട്ടി കണ്ടുകൊണ്ട് സാവധാനം ബ്രേക്ക് ചെയ്യുക. ഇത് വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത കൂട്ടുകയും ചെയ്യും. ഏഴാമത്തെ ടിപ്പ്, ഓർമ്മിക്കുക, വാഹനം പാർക്ക് ചെയ്യുമ്പോൾ P എന്ന പാർക്കിംഗ് മോഡിൽ തന്നെ പാർക്ക് ചെയ്യുക.
എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പി എന്ന പാർക്കിംഗ് മോഡിൽ വാഹനം നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ പി ട്രാൻസ്മിഷൻ ലോക്ക് ചെയ്യുന്നു. വാഹനം ആക്സിഡന്റലായി ഉരുണ്ടു പോകുവാനുള്ള സാഹചര്യം അത് ഇല്ലാതെയാക്കുന്നു. കയറ്റങ്ങളിലും ചരിവുകളിലും തിരക്കേറിയ ഇടങ്ങളിലുമൊക്കെ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സുരക്ഷയ്ക്ക് ഇത് വളരെ വളരെ പ്രധാനമാണ്. പി മോഡിലേക്ക് വാഹനം മാറ്റുമ്പോൾ മറക്കാതെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് കൂടി അപ്ലൈ ചെയ്യുവാൻ ഒരു കാരണവശാലും മറക്കരുത്. വാഹനം എങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടത്? ഡി മോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്തി പാർക്കിംഗ് ബ്രേക്സ് അപ്ലൈ ചെയ്ത് പി അഥവാ പാർക്കിംഗ് മോഡിലേക്ക് ഇട്ടിട്ടാണ് വാഹനം നമ്മളിൽ പലരും നിർത്തുന്നത്. ഇത് ശരിയല്ല. ശരിയായ ഒരു സീക്വൻസ് ഇക്കാര്യത്തിൽ ഉണ്ട്. വാഹനം ബ്രേക്ക് ചവിട്ടി ഡി മോഡിൽ നിർത്തിയ ശേഷം ആദ്യം എൻ അഥവാ ന്യൂട്രൽ മോഡിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം പാർക്കിംഗ് ബ്രേക്ക് പൂർണ്ണമായും അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ട്രാൻസ്മിഷൻ ലിവർ ഷിഫ്റ്റ് ചെയ്ത് പി എന്ന പാർക്കിംഗ് മോഡിലേക്ക് മാറ്റാവൂ. ഇങ്ങനെ തന്നെ വേണം ചെയ്യുവാൻ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ന്യൂട്രൽ ഗിയറിൽ ഇട്ടിട്ട് പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ സ്ട്രെയിൻ വളരെ കുറയും. മറ്റൊരു കാര്യം, ഇങ്ങനെ പി മോഡിലേക്ക് മാറുന്നതിന് മുൻപ് പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ അൺലോക്കായി വാഹനം ഉരുണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള സാധ്യത ഇല്ലാതെയാകുന്നു. സുരക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനമാണ്. ഓർമ്മിക്കുക, ഈ ഒരു സീക്വൻസ് ഒരു ഹാബിറ്റ് ആക്കുന്നത് ഏതൊരു പാർക്കിംഗ് സെനേറിയോയിലും സുരക്ഷിതത്വം ഉറപ്പു തരുന്നു. എട്ടാമത്തെ ടിപ്പ്, എൻജിൻ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക. ഓവർ ഹീറ്റഡ് ആയ ഒരു എൻജിൻ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അത് പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ അന്തരീക്ഷ താപനില ഉയരുകയും വാഹനത്തിൻ്റെ എൻജിൻ ചൂടാകുകയും ചെയ്യുന്ന അവസ്ഥയിൽ ടെമ്പറേച്ചർ ഗേജ് ശ്രദ്ധിക്കുക, അത് മോണിറ്റർ ചെയ്യുക. ഒൻപതാമത്തെ ടിപ്പ്, അമിതമായി വാഹനത്തിൽ ഭാരം കയറ്റാതെ ഇരിക്കുക. അമിതഭാരം വാഹനത്തിൻ്റെ ട്രാൻസ്മിഷന് എക്സ്ട്രാ സ്ട്രെയിൻ കൊടുക്കും. സ്വാഭാവികമായും അത് ട്രാൻസ്മിഷനെ പ്രതികൂലമായി ബാധിക്കും. പത്താമത്തെ ടിപ്പ്, എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ലോക്കൽ റോഡ് കണ്ടീഷനുകൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുക. റോഡിലെ കുഴികൾ, സ്പീഡ് ബമ്പുകൾ, ദുർഘട പാതകൾ ഇതെല്ലാം ട്രാൻസ്മിഷന് ഡാമേജ് ഉണ്ടാക്കിയേക്കാം. കാരണം നമ്മുടെ നാട്ടിലെ റോഡുകൾ വളരെ ചാലഞ്ചിങ് ആണ്. നല്ല റോഡിലൂടെ ഓടിച്ചു പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് റോഡിൻ്റെ സ്വഭാവം തന്നെ മാറുന്നത്. ജാഗ്രതയോടെ ഓടിക്കുക, വലിയ കുഴികൾ ഒഴിവാക്കുക, സ്പീഡ് ബമ്പുകളിൽ കൂടുതൽ കരുതലും ശ്രദ്ധയും പുലർത്തുക. അപ്പോൾ ഓട്ടോമാറ്റിക് കാറുകൾ ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് കരുതലുകൾ എടുക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള 10 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.